ഹായ് മകളെ, ഞാൻ നിങ്ങളെ പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുറച്ച് പഴയ ലോകമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നും. 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, നമ്മൾ 9ാം ക്ലാസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ആദ്യത്തെ ദിവസം നമ്മുടെ സ്കൂളിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നിങ്ങളെ ടീച്ചർ അറ്റൻഡൻസ് വിളിച്ചതും, നിങ്ങളെ പുതുതായിട്ടൊരു ക്ലാസ് റൂമിൽ കൊണ്ടുവച്ചതും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതും, നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചറും, ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിലെയും ആദ്യത്തെ പാഠം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും, നിങ്ങൾ അങ്ങനെ പതിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നതും, അവിടെ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ മൈൻഡിലൂടെ ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. അത്രയധികം മനോഹരമായിട്ടുള്ള ഒരു ദിവസങ്ങളാണ് അല്ലെങ്കിൽ കാലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് അവസാനിക്കാൻ പോകുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് SSLC പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അതെ, ഈ വരുന്ന മാർച്ച് 3-ാം തീയതി നമ്മൾ ഏറ്റവും ആദ്യത്തെ എക്സാമിലേക്ക് കടക്കുകയാണ്. ഇന്ന് 27-ാം തീയതി. ഫെബ്രുവരി 27-ാം തീയതി മുതൽ 3-ാം തീയതി വരെ എത്രത്തോളം ദിവസമുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക എന്നത് തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ ലക്ഷ്യം. സോ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാൻ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നാളെ വൈകിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നത്. അതാരും മറക്കണ്ട. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് വരെ ഉള്ള ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുക എന്നത് തന്നെയായിരിക്കും. ആ ഫുൾ A+ലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത എഫേർട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എടുത്ത എഫേർട്ട്, രാപ്പകലുകളില്ലാതെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് രാത്രി 4, 5, 6 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത ക്ലാസ്സുകൾ, അതെല്ലാം ഒറ്റ ഇരിപ്പിൽ കേട്ട നിങ്ങൾ, അത് ഡിഫറൻറ്റ് സമയത്ത് പല തരങ്ങളിലായിട്ട് കേട്ട നിങ്ങൾ, ഒരുപാട് പേജുകൾ എഴുതിയെടുത്ത നിങ്ങൾ, നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ സൈലത്തിൻ്റെ ക്ലാസ്സുകളുടെ എണ്ണം പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അത്രയധികം നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം 10ാം ക്ലാസ് എന്ന് പറയുന്ന ലൈഫിൽ നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനാ? നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് പോവുക തന്നെ വേണം. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എത്താൻ പോകുന്നത് ഏറ്റവും മികച്ച ഒരു വിദ്യാലയത്തിലേക്കാവണം. അവിടെ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്കുകൾ കിട്ടണം. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാലയത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫുൾ A+ തന്നെയാണ്. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ റിസൾട്ടൊക്കെ കിട്ടിയതിന് ശേഷം സൈലം നടത്തുന്ന അവാർഡ് ഫംഗ്ഷനിൽ ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ട്രോഫികൾ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിറവേറ്റണം. അതിനുവേണ്ടി ഇനിയുള്ള ദിവസം രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെടണം. പല കുട്ടികൾക്കും നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രതിസന്ധികൾ പല കാര്യങ്ങൾ വരും. ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാവണം നമ്മുടെ ഓരോ വിജയത്തിൻ്റെയും മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. സോ ഏറ്റവും ആദ്യത്തെ എക്സാം ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് കൃത്യമായുള്ള സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ എത്തുകയാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും 10ാം ക്ലാസ്സിലെ മക്കൾക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, സൈലം ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്.